സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്, നമുക്ക് അത്ര ഉറപ്പില്ല, പക്ഷേ എന്നാലും നമുക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാം, ഇഫ് ഐ എം നോട്ട് റോങ് അല്ലെങ്കിൽ ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ എന്നാണ് വരുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് തീർച്ചയായിട്ടും നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ അകത്തെ ഗ്രാമറോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതങ്ങോട്ട് കാണാതെ പഠിക്കുക. ഇഫ് ഐ എം നോട്ട് റോങ് അല്ലെങ്കിൽ ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്ക്. ഓക്കെ, ദ എക്സാം ഈസ് ഓൺ 15th of this month. ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എക്സാം 15th എന്നാണ്, 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി ആണെന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനിയിപ്പോഴേ അവിടെ ഓൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിശദമായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചതാണ്, ഒരു ട്രയാങ്കിൾ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളത് പോയി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഞെക്കുക. അതുപോലെ തന്നെ ആ ബെല്ലിലും കൂടെ പിടിച്ചടിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കിട്ടില്ല. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, അല്ലേ? നമ്മൾ കണ്ടത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. യു ക്യാൻ ഫൈൻഡ് the file in that shelf എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റു തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ ഇഫ് ഐ എം നോട്ട് റോങ്ങിന് പകരം ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ എന്നും തീർച്ചയായിട്ടും നമുക്ക് പറയാം. മറ്റുദാഹരണം മാത്രമാണ് യു ക്യാൻ ഫൈൻഡ് ദ ഫയൽ ഇൻ ദാറ്റ് ഷെൽഫ്. അതായത് ആ ഷെൽഫിൽ കാണും ഏത് ആ ഫയൽ, ഏത് പർട്ടിക്കുലർ ഫയൽ. ഇപ്പോൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഒരു ഫയൽ ചോദിച്ചു അപ്പോഴത് പറയണം ആ ഫയൽ ആ ഷെൽഫിൽ കാണും എന്നുള്ളതാണ്. ഓക്കെ, ആസ് ഫാർ ആസ് ഐ നോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് എന്ന് നമ്മൾ പറയാറില്ലേ, എൻ്റെ അറിവ് വെച്ച് ഹീ ഈസ് സ്റ്റിൽ എ ബാച്ചുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവന് ഇപ്പോഴും കല്യാണം കഴിക്കാത്തൊരാളാണ്. ഓക്കെ, ഇനിയിപ്പോഴും ബാച്ചുലറിന് ആണുങ്ങൾക്കാണ് പറയുന്നത്, അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് പറയാം, സ്പിൻസ്റ്റർ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പഠിച്ചതാണ്, അല്ലേ? ബാച്ചുലർ, സ്പിൻസ്റ്റർ. ഓക്കെ, ഇനിയിപ്പോഴേ മറ്റൊന്ന് നമുക്ക് പറയാം, ഇത് തന്നെ. I think he's still a bachelor. ഓക്കെ, അല്ലെങ്കിൽ ഹീസ് എ ബാച്ചിലർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റിൽ, ഇപ്പോഴും എന്നുള്ളതാണ് സ്റ്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഐ ബിലീവ്, അത് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നതാണ്. ഐ ബിലീവ് ദ എക്സാം ഈസ് ഓൺ 15th of this month എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനിയിപ്പോഴേ നമുക്ക് പക്ഷേ എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്നങ്ങനെ നമുക്ക് പറയാം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ഐ എം നോട്ട് ഷുവർ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാം, അതായത് ബട്ട് ഐ എം നോട്ട് ഷുവർ. ഓക്കെ, നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം ബട്ട് ഐ എം നോട്ട് ഷുവർ. പക്ഷേ അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, നമ്മളൊന്നും കൂടെ പറയുന്നതാണ്, എൻ്റെ അറിവ് വെച്ചാൽ കേട്ടോ. തീർച്ചയായിട്ടും അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അത്ര ഉറപ്പില്ല എന്ന് ഒന്നും കൂടെ നമ്മൾ ഒന്ന് എംഫസിസ് ചെയ്യുന്നതാണ്. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം മുതലുള്ള പാഠങ്ങൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.